ഇന്ന് തിരുവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കുന്നതായ രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് 21 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 21 വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 15 വാക്യം, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടും കൂടെ ചേരാത്തതായ രണ്ട് വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഒന്ന്, മാർത്ത പറയുന്നു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ യേശു പറയുന്നു, ഞാൻ അവിടെ ഇല്ലാഞ്ഞിരുന്നത് കൊണ്ട് നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പോൾ മരിക്കണമെന്ന് തന്നെയായിരുന്നു യേശുവിൻ്റെ നിഗമനം, അല്ലെങ്കിൽ ചിന്ത. ലാസർ മരിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പ്രവൃത്തിയുടെ ആ മഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ചിന്തിച്ചതും ലാസർ സൗഖ്യമാകണമെന്നല്ല, ലാസർ മരിക്കണം. ചില ജീവിതങ്ങൾ മരിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് അവിടെ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുള്ളൂ. നോക്കൂ, അവൻ സുഖമില്ലാതിരുന്നു, അവന് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ സൗഖ്യമായി എങ്കിൽ കർത്താവിൻ്റെ നാമം അവിടെ അങ്ങനെ മഹത്വപ്പെടുകയില്ല. കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ അവിടെ നഷ്ടപ്പെടുകയാണ്. ലാസർ എന്ന് പറയുന്ന വ്യക്തി ദൈവത്താൽ ഒരുക്കപ്പെട്ട വ്യക്തിയാണ്. പിതാവ് ഒരുക്കി വെച്ചതായ ഒരു പ്രതലമാണ്. തൻ്റെ പുത്രന് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന, മുന്നമേൽ കണ്ടുവച്ചിരുന്നതായ ഒരു പ്രിയപ്പെട്ട കുടുംബം, സ്നേഹമേറിയ കുടുംബം. എന്നാൽ മാനുഷികമായ ചിന്താഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ ലാസർ മരിച്ചത്, അങ്ങനെ അനുവദിച്ചത് വളരെ തെറ്റായിപ്പോയി എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കത് വളരെ ദുഃഖകരമാകുന്ന ഒരു വിഷയമാണ്. കേട്ടുകേൾവിക്കാർക്ക് പോലും ദുഃഖമായി, നാട്ടുകാർക്ക് ദുഃഖമായി, ശിഷ്യന്മാർക്ക് ദുഃഖമായി. എല്ലാവരും അറിയുന്നവരെല്ലാം യേശുവിനെ പഴിക്കുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു. അതൊരു കുറ്റപത്രമല്ലേ? യെസ്, യേശു ആ കുറ്റപത്രം ഏറ്റെടുക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേഷ്യം വരത്തില്ലേ ആ വാക്ക് കേട്ടാൽ? എന്നാൽ അതിൽ കൂടെ ഉരുത്തിരിയുന്നതായ ഒരു സന്ദേശമുണ്ട്. ചില സ്ഥാനങ്ങളിൽ ദൈവം നമ്മുടെ വിവരം അറിഞ്ഞിരുന്നാലും, സങ്കടങ്ങൾ അറിഞ്ഞിരുന്നാലും ഓടിയെത്തുകയില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ചില വിഷയങ്ങൾക്ക് മറുപടി തന്നിരിക്കത്തില്ല. മനഃപൂർവമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മനഃപൂർവമാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാസർ മരിക്കണമെന്ന് തന്നെയാണ് കർത്താവ് ചിന്തിച്ചത്. ഒരു മരിച്ചവനെ മാത്രമേ യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഉറങ്ങുന്നവനെ യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. അവൻ ഉറങ്ങിക്കൊണ്ട് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു മരിച്ചവനെ യേശു, ലാസറേ പുറത്തു വരിക എന്ന് പറയുമ്പോൾ യേശുവിൽ നിന്ന് പുറപ്പെടുന്നത് ജീവന്റെ ശബ്ദമാണ്. അപ്പോൾ ഈ ലാസർ മരിച്ചു, അവന്റെ ജീവൻ, കർത്താവ് അവനെ പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്ക്, നമുക്ക് ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകാം. അവൻ മരിച്ചു, അവന്റെ ജീവൻ അവിടെയില്ല, അവന്റെ ശരീരം നാറ്റം വെച്ച് തുടങ്ങി, നമുക്കവിടെ പോകാം. അപ്പോൾ ആ ലാസറിന്റെ ജീവന്റെ നായകനായ യേശുവിനെ ചുറ്റിപ്പറ്റി അവന്റെ കയ്യിൽ അധികാരത്തോടെ ഇരിക്കുകയാണെന്നർത്ഥം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും കണ്ടുകൊണ്ട് ദൈവം ഓടി വന്നില്ല എങ്കിൽ, സ്വർഗം ചായച്ചിറങ്ങിയില്ല എങ്കിൽ, ചില വിഷയങ്ങളിന്മേൽ തീരുമാനങ്ങളായില്ല എങ്കിൽ, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ദുഃഖകരമാണ്, സങ്കടകരമാണ്. പല അപേക്ഷകളും നമ്മുടെ മാനുഷികമായ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ദൈവം ചില വ്യക്തിത്വങ്ങളെ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ലോകത്തിൽ കണ്ടുവയ്ക്കുന്നു എന്ന് അർത്ഥം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുവാനുള്ളത്. ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുന്നതിൻ്റെ കാരണം അബദ്ധവശാൽ കേൾക്കാതെ പോയതല്ല, കേൾക്കരുത്
എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കേൾക്കാഞ്ഞതാണ്. നടത്തിത്തരരുത് എന്ന് ദൈവം ചിന്തിക്കുന്നതായ ചില വിഷയങ്ങളുണ്ട്. തുറക്കരുത് എന്ന് ചിന്തിച്ചതായ ചില വിഷയങ്ങളുണ്ട്. എപ്പോൾ വരെ? ദൈവത്തിൻ്റെ ഹിതം കർത്താവിൻ്റെ നാഴിക വരുന്നിടം വരെ. കർത്താവിൻ്റെ നാഴിക എന്ന് പറയുന്നതായ ഒരു തത്വം ചില പ്രവൃത്തികളുടെ പിന്നിലുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യേശു ലാസർ മരിക്കുമെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നു. ലാസർ സുഖമില്ലാതാകും, ലാസർ രോഗിയാകും, ലാസർ കിടന്ന് നിലവിളിക്കും, വീട്ടുകാരെല്ലാം നിലവിളിക്കും, അവൻ മരിച്ചു പോകും, അവനെ അടക്കം ചെയ്യും, അവൻ്റെ ശരീരം നാറ്റം വയ്ക്കും എന്നെല്ലാം യേശു അറിഞ്ഞിരുന്നു. യാദൃച്ഛിക കുടുംബത്തിൽ വന്നവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി വന്നതല്ല. തൻ്റെ സംസാരവും തൻ്റെ പ്രവൃത്തികളും ഒക്കെ കണ്ടാൽ മുന്നമേ താനും തൻ്റെ പിതാവും കൂടെ വ്യക്തമായി ഈ പ്രവൃത്തിയുടെ ആദ്യോട് അവസാനം അവരുടെ കൺട്രോളിങ്ങിൽ ഇരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യമേറിയ ഘട്ടങ്ങൾ കർത്താവിൻ്റെ കരുത്തിലാണ്. അവനാണത് നിയന്ത്രിക്കുന്നത്. ചില വിഷയങ്ങളൊക്കെ കർത്താവ് മനഃപൂർവ്വം തരില്ല, ചെയ്യില്ല, തുറക്കില്ല. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കില്ല. മാർത്തയും മറിയയും ചേർന്ന് പറയുന്നത് നോക്കൂ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അതാണ് നമ്മുടെ ചിന്ത എപ്പോഴും. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും, എല്ലാം ചെയ്യുമെന്നാണ്. പക്ഷെങ്കിൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് മാറി നിൽക്കും. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ചില കാര്യങ്ങളൊക്കെയും മരിക്കുന്നത് വരെയും കർത്താവ് കണ്ടില്ല എന്ന് നടിക്കും. മരിച്ച് നാറ്റം വെച്ചതായ ചില വിഷയങ്ങളെ ഉയർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം അവിടെ ആ ഭവനത്തിലും ആ ദേശത്തും രാജ്യത്തും വരുവാനുള്ള തലമുറകളിലും അത് ഉയർത്തപ്പെടുന്നു, മഹത്വപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും കേൾക്കുന്നില്ല എന്നൊരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടരുത്. ദൈവത്തിന് അതിന്മേൽ ചില ഉദ്ദേശങ്ങളും ചില പ്രവൃത്തി സാധ്യതകളും ദൈവം കാണുന്നുണ്ടായിരിക്കാം. ദൈവം ഒരു കാര്യം നമുക്ക് ചെയ്തില്ല എങ്കിലും അതിന്മേൽ കർത്താവ് ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കും. നോക്കൂ, ഈ മാർത്തയും മറിയയും 2-3 ദിവസം അടക്കം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നതായ യേശുവിനോട് യാതൊരു രീതിയിലും കോപിക്കുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുകയോ ചെയ്തില്ല. സങ്കടത്തോടു കൂടി ഒരു വാക്ക് മാത്രം പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും അങ്ങനെ സമയത്ത് വരാത്തതായ യേശുവിനെ ഇനി ഇങ്ങോട്ട് കേറ്റരുതെന്ന് അവർ പറഞ്ഞില്ല. പിന്നെയും യേശുവിനെ അവിടെ വെൽക്കം ചെയ്തു. യെസ്, അതാണ് കർത്താവിന് നമ്മുടെ മുൻപിൽ കാണിക്കുവാനുള്ളതായ ഒരു വലിയ പ്രവൃത്തി. നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ, നമ്മുടെ ജ്ഞാനത്തിൽ കൂടെ നോക്കിയാൽ, നമ്മുടെ ബലഹീന സ്വഭാവത്തിൽ കൂടെ നോക്കിയാൽ അങ്ങനെ ഒരു യേശുവിനെ നമ്മുടെ വീട്ടുപടിക്കൽ കയറ്റത്തില്ല. അങ്ങനെ ഒരു പുരോഹിതനെ നമ്മുടെ വീട്ടുപടിക്കൽ കയറ്റത്തില്ല. നമ്മൾ ഇറങ്ങാൻ പറയും ഉടനെ, ഇല്ലെങ്കിൽ ഇയാളുമായിട്ടുള്ള യാതൊരു സംബന്ധവും വേണ്ട എന്ന് പറയും. കാരണം നമുക്ക് നഷ്ടപ്പെടാനുള്ളതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ഏക സഹോദരനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ പിന്നെയും മാർത്തയും മറിയയും യേശുവിനെ വെൽക്കം ചെയ്തു, അവരുടെ ഭവനത്തിൽ ഏറ്റുകൊണ്ടു, തന്നെ ശുശ്രൂഷിച്ചു. അവരുടെ ഹൃദയം ശോധന ചെയ്തതിന് ശേഷം കർത്താവ് പറയുകയാണ്, കമാൺ, ലാസറിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? കർത്താവിന് അറിയാം ഓൾറെഡി എവിടെയാണ് വെച്ചിരിക്കുന്നത്. ആ ഭവനത്തിൽ വന്ന് അവരുടെ മാനസികാവസ്ഥ ആദ്യം കർത്താവ് നോക്കി. എന്നാൽ അവർ ആ സഹോദരനും വലുതായി യേശുവിൻ്റെ സാന്നിധ്യത്തെ അവർ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ സഹോദരനെ വച്ചിരിക്കുന്നത്? അവർ വീണ്ടും പറഞ്ഞു, കർത്താവേ, അത് നാറ്റം വെച്ചിരിക്കുന്നു, അസഹ്യമാണ്, നീ അങ്ങോട്ട് പോകണ്ട. യേശു ഉടനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? കാണിപ്പീൻ, ആ സ്ഥലം കാണിപ്പീൻ. ലാസർ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചില മരിച്ച സംഗതികളെ, മരിച്ച ജീവിതങ്ങളെ, മരിച്ചെന്ന് കരുതിയതായ നാറ്റം വെച്ച വിഷയങ്ങളെ ദൈവം ഉറക്കത്തിലേക്ക് കൊണ്ടുവരും. യെസ്, അത് നാറ്റം വയ്ക്കുകയല്ല, അത് മരിച്ചിട്ടില്ല. അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ അവസ്ഥ മരിച്ച അവസ്ഥയിൽ നിന്ന്, അങ്ങനെയുള്ളതായ ഒരു സ്വഭാവത്തിൽ നിന്ന് വേറൊരു ജീവന്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ വ്യതിയാനപ്പെടുത്തുന്ന സ്നേഹമാണ്,
പ്രവൃത്തിയാണ് ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിലൊക്കെ എടുത്തു പറയുവാൻ നമുക്കുള്ളത്, ആ ലാസറിനെയും മാർത്തയെയും മറിയയുടെയും കുടുംബത്തെ ദൈവം തൻ്റെ പ്രവൃത്തിക്കായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അയൽവക്കക്കാരും ദേശക്കാരുമെല്ലാം യേശുവിനെയും മാർത്തയെയും മറിയയെയും ഒക്കെ ഒരുപാട് ദൂഷിച്ചേക്കാം. പക്ഷെങ്കിൽ ആ ദൂഷ്യങ്ങളൊന്നും വകവയ്ക്കാതെ യേശു ആ ഭവനത്തിൽ കടന്നു വന്നു. ആ കടന്നു വന്ന യേശുവിനെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ സങ്കടങ്ങൾ മാത്രം ഒരു വാക്കിൽ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. കർത്താവ് പറയുകയാണ്, ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആര് നിമിത്തം? നിങ്ങൾ നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് അല്പം കൂടെ അരക്കെട്ട് ഉറപ്പിക്കുന്നതായ ഒരത്ഭുത പ്രവൃത്തി, ദൈവത്താൽ സാധ്യമായ ചില വിഷയങ്ങളെ കാണുവാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് അന്നേരമേ വന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കിലോ ഇങ്ങനെ വലിയൊരു ഭാഗ്യം ഇന്ന് ഈ വചനം ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുക പോലും ഇല്ലായിരുന്നു. അനേകായിരങ്ങളുടെ മുൻപിൽ ഈ വിഷയങ്ങൾ പ്രകീർത്തിക്കയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ആ ഭവനത്തെ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പലപ്പോഴും അസാധ്യമായ പല വിഷയങ്ങളും നിന്റെ ഭവനത്തിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് അത് ദൈവത്താലാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാൻ നിന്റെ ഭവനത്തെയും നിന്റെ വ്യക്തി ജീവിതത്തെയും നിന്റെ തലമുറകളെയും ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവം തൻ്റെ നാഴിക സമയത്ത്, തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാനും നിന്നെ ഉണർത്തുവാനും നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും അനേകരുടെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനെന്നും മാനിക്കപ്പെട്ടവനെന്നും ദൈവത്താൽ പിന്താങ്ങപ്പെടുന്നവനുമെന്ന് മറ്റുള്ളവർ കാണുവാൻ അതൊരു വലിയൊരു മുഖാന്തരമായി മാറ്റപ്പെടുന്നു. ഗോഡ് ബ്ലെസ് യു.